വാതിലുകൾ പല ഡിസൈനുകളിലുണ്ട്, പല മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് അടയാതെ ആകുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരാറ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണക്കാരന് മിനിമം ടൂൾസ് വെച്ചിട്ട് എങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കാം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കത് എങ്ങനെ ശരിയാക്കാം, നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട്. ഇപ്പോൾ ഞാനൊരു പുട്ടി ബ്ലേഡിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും കയ്യിൽ നമ്മുടെ അടുത്ത് ഉളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുട്ടി ബ്ലേഡ് ഷാർപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് ചെയ്യണ പോലെ ആക്കുകയാണ് നമ്മുടെ സാധാരണക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ സാധാരണയായിട്ട് ഇത് രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഒന്ന്, സ്ക്രൂ ലൂസായിട്ട് മുകളിൽ നിന്ന് ചെരിഞ്ഞിട്ടുണ്ടാവും വാതിൽ, എന്നിട്ട് നേരെ ഇപ്പുറത്ത് ക്രോസ് ഭാഗത്ത് വന്നിട്ട് മുട്ടിയിട്ടുണ്ടാവും, മുകൾ ഭാഗത്ത് വന്ന് മുട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തത് ചീർക്കണ ഇഷ്യൂ ആണ്. ചീർത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഒന്നോ രണ്ടോ ഭാഗങ്ങളായിട്ട് മുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മളത് ചെത്തി കൊടുക്കുക വേണ്ട. അപ്പോൾ ആദ്യത്തെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ പ്രശ്നമാണെങ്കിൽ സ്ക്രൂവിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ സാധാരണ 4 വിജാഗിരിയാണ് വെക്കാറ്. ആ 4 വിജാഗിരി അഴിച്ചിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് ആ മുകളിലത്തെ 2 എണ്ണം കുറച്ചും കൂടി ആഴം കൂട്ടി കൊടുക്കും. ഒരു ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ആഴം കൂട്ടി കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ലൂസ് ഉണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടി നീളമുള്ള സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെരിയുന്ന പ്രശ്നം, ഈ വാതിൽ തൂങ്ങുക എന്ന് പറയില്ലേ, തൂങ്ങിയിട്ട് വരുന്നുള്ള പ്രശ്നങ്ങൾ അതോട് കൂടിയിട്ട് ഒഴിവാകും. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത് ചെത്തിയിട്ട് ഇതാക്കാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വാതിൽ അടച്ചിട്ട്, എല്ലാ വാതിലിനും കുറച്ച് ലൂസ് ഇട്ടിട്ടുണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ മുന്നേ കണ്ടിട്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് ഇത് തട്ടുന്നതെന്ന് നോക്കുക. എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് തന്നെയാണോ ആ ഗ്യാപ്പ് കിടക്കുന്നത്, ഏത് ഭാഗത്താണ് ഗ്യാപ്പ് കുറവുള്ളതെന്ന് നോക്കിയിട്ട് നമുക്കത് വാതിൽ തുറന്ന് നോക്കിയാലോ അറിയാൻ പറ്റും എവിടെയാണ് ഒരഞ്ഞിട്ടുള്ളതിൻ്റെ പെയിൻറ്റ് പോയിട്ടുള്ള അടയാളങ്ങളുണ്ടാവും. ഒന്നില്ലെങ്കിൽ കട്ട്ളയിലുണ്ടാവും, അല്ലെങ്കിൽ വാതിലിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ വാതിൽ ക്ലിയർ ചെയ്യാൻ, വാതിലാണ് സാധാരണ ഒഴിഞ്ഞിട്ട് ഇതാക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏതാ നോക്കുക. നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം ശരിയാക്കുക. ഒന്നില്ലെങ്കിൽ കട്ട്ളയിലാണ് അങ്ങനെ തോന്നുന്നു വെച്ചാൽ അവിടെ, അല്ലെങ്കിൽ വാതിലിലാണെങ്കിൽ അവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ ഒരു പുട്ടി ബ്ലേഡ് വെച്ചിട്ടാണ്. പുട്ടി ബ്ലേഡ് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒരു സൈഡ് മാത്രം ഉരച്ച് കഴിഞ്ഞാൽ നമുക്കത് ഷാർപ്പാവും. അപ്പോൾ ആ ഷാർപ്പായ ഭാഗം കൊണ്ട് ഒരു സൈഡ് മാത്രം ആക്കിയാൽ മതി, മറ്റേ സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ തേച്ചാൽ മതി. അതുകൊണ്ട് ചെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ അതങ്ങനെ കാണിച്ചു തരാം. പുട്ടി ബ്ലേഡ് എന്ന് പറയാൻ കാരണം പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആശാരിമാർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉളി മേടിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. അതൊന്നും ഷാർപ്പായിട്ടല്ല ഉണ്ടാവുക, ഗ്രൈൻഡ് ചെയ്ത് ടോപ്പാക്കാൻ ഉണ്ടാവും. അതൊരുപാട് നേരത്തെ പണിയാണ്. അപ്പോൾ കഴിയുന്നതും ഇതേപോലത്തേതാണെങ്കിൽ നമുക്കത് മൾട്ടിപർപ്പസ് യൂസാണ്. നമുക്ക് വേറെ എന്തെങ്കിലും പുട്ടി ബ്ലേഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇതാക്കാം. ഇതിപ്പോൾ ഒരു 50 രൂപയുടെ കേസേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഇത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം ചെരിച്ചിട്ടാണ് ഷാർപ്പ് ചെയ്തിട്ടുള്ളത്, മറ്റേ സൈഡ് ഫ്ലാറ്റായിട്ട് തന്നെയാണ് ഉരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ കാണുന്ന പോലെ, ഒന്നില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പോളിഷുകാരൊക്കെ ചെയ്യണ പോലെ അത് ആ ഭാഗം ചുരണ്ടി എടുക്കാൻ പറ്റും. കുറച്ച് പ്രാവശ്യം അത് അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടാണ് വരുള്ളൂ, അത് പ്രശ്നമാക്കണ്ട. പക്ഷേ ഉള്ളത് ഫിനിഷിങ്ങിലായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോഴും അത് ഈക്വലായിട്ടാണ് തോന്നുന്നതെങ്കിലും ഈ ബ്ലേഡ് വെച്ച് നോക്കിയാലാണ് നമുക്ക് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഉള്ളിലേക്ക് ഇതായിരുന്നു, ഒരു ചെരുവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടെയാണ് ടൈറ്റ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം അതങ്ങനെ ആക്കി നോക്കി. അതേപോലെ ഈ ടൈപ്പ് പിടിയുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ അതിനെ ഒന്ന് ചെത്തി കൊടുക്കുകയും ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. നല്ല ഷാർപ്പാവണമെന്ന് മാത്രം. നല്ല ഷാർപ്പാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ചുരണ്ടി എടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി അതിനൊന്ന് ചീകി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പോൾ നമുക്കവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു ഫിനിഷിങ്ങിലായിട്ട് ഇരുന്നോളും. ഡോർ അടയ്ക്കുമ്പോൾ ഒരു തടസ്സങ്ങൾ വരില്ല, ക്ലീൻ ആയിക്കോളും. അബി എപ്പോഴേക്കും ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ എപ്പോഴും ഉണ്ടാവും, ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുട്ടികൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരണം എന്നുള്ളത് ഒരിതുണ്ട്. അപ്പോൾ അവൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെ തന്നെയാണ്. അവൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ വാതിലിൻ്റെ ഒരു ഭാഗത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളത് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാതിലൊന്ന് അടച്ചു നോക്കാം.
അപ്പോൾ ആദ്യത്തെക്കാട്ടിലും ഈസി ആയിട്ട് അടയുന്നുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ നിന്നൊരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടി അവിടെ ക്ലിയർ ചെയ്യാം. അവിടെ ഒരു മുട്ടുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മുടെ ചെത്തൽ കംപ്ലീറ്റ് കഴിഞ്ഞ് ഒന്ന് ഡോർ അടച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഇനിയും വരാൻ ശ്രമിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്താ അവിടെ ചെയ്യണേ? വേണ്ട അതൊന്നും വേണ്ട. ബ്രഷും കൊണ്ട് ക്ലീൻ ആക്കാം. വേണ്ട, അത് വേണ്ട.